നമസ്കാരം. ഇന്ത്യയിൽ റഷ്യൻ എണ്ണ നിറഞ്ഞു തുളുമ്പാൻ നിർണായക നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ക്രൂഡ് റിഫൈനിംഗ് ട്രേഡിന്റെ കൂടുതൽ വിപുലീകരണത്തെക്കുറിച്ച് റഷ്യ ഇന്ത്യൻ കമ്പനികൾ ചർച്ച ചെയ്യുകയാണ്. റഷ്യയുമായുള്ള ക്രൂഡ് വ്യാപാരം വെട്ടിക്കുറയ്ക്കാനുള്ള പാശ്ചാത്യ സമ്മർദ്ദത്തെ വെല്ലുവിളിച്ച് അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളെ ഗൗനിക്കാതെ റഷ്യൻ ക്രൂഡ് ഇന്ത്യൻ ഉപഭോക്താവിന്റെ താൽപര്യമാണെന്ന് ഇന്ത്യൻ നേതൃത്വം തറപ്പിച്ചു പറയുകയാണ്. ഇന്ത്യയിലെ റഷ്യൻ വ്യാപാര പ്രതിനിധി അലക്സാണ്ടർ റൈബാസ് ഗ്ലോബൽ റിഫൈനിംഗ് ആൻഡ് പെട്രോ കെമിക്കൽസ് കോൺഗ്രസിൽ ഇന്ത്യൻ ഓയിൽ റിഫൈനിംഗ് കമ്പനികളിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതായി ന്യൂഡൽഹിയിലെ റഷ്യൻ എംബസി പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സമ്മേളനത്തിൽ റിഫൈനറി വോളിയം വർദ്ധിപ്പിക്കുക, റിഫൈനറി ഉൽപ്പന്നങ്ങളുടെ ബാസ്ക്കറ്റ് വിപുലീകരിക്കുക, റിഫൈനറി പ്രവർത്തനങ്ങളുടെ കാർബൺ നിരക്ക് കുറയ്ക്കുക തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് വിവരം. ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം എന്നിവയിലെ ഉദ്യോഗസ്ഥരും നയാരയുടെ പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. റിലയൻസ് ഇൻഡസ്ട്രീസ് റോസ്നെഫ്റ്റുമായി ഒരു ടേം കരാറിൽ ഏർപ്പെട്ടിരിക്കെ മിക്ക ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും റഷ്യൻ ക്രൂഡ് ഓൺ ദി സ്പോട്ട് പർച്ചേസിലൂടെയാണ് കണ്ടെത്തുന്നത് എന്ന് വ്യവസായ വിശകലന വിദഗ്ധർ പറയുന്നുണ്ട്. 2022 ഫെബ്രുവരിയിൽ ഉക്രൈൻ സംഘർഷം ആരംഭിച്ചതു മുതൽ ഇന്ത്യൻ റിഫൈനർമാർ റഷ്യൻ ക്രൂഡ് വാങ്ങുന്നത് ഗണ്യമായി വർദ്ധിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ആവശ്യകതയുടെ 30 മുതൽ 40% സ്ഥിരമായി വഹിക്കുന്നുമുണ്ട്. ഇത് റഷ്യയെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച എണ്ണ വിതരണക്കാരനാക്കുന്നു. റിപ്പോർട്ടുകൾ അനുസരിച്ച് കഴിഞ്ഞ മാസം ഇന്ത്യ പ്രതിദിനം 2.1 ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തു. ഇത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ആവശ്യകതയുടെ 41% വരും. അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞ വർഷം മുതൽ ഇന്ത്യയിൽ നിന്നുള്ള ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം ഗണ്യമായി വർദ്ധിപ്പിച്ചിരുന്നു. മാധ്യമങ്ങളിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കെപ്ലറിന്റെ ഡാറ്റ അനുസരിച്ചിട്ട് മുൻവർഷത്തെ അപേക്ഷിച്ച് 2023 യൂറോപ്യൻ യൂണിയന്റെ ഇന്ത്യൻ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി 115% വർദ്ധിച്ചത്. യൂറോപ്യൻ യൂണിയൻ റഷ്യൻ എണ്ണയുടെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും കടൽ ഗതാഗതം 2023 ഫെബ്രുവരിയിൽ നിരോധിച്ചു. ഡീസൽ, പെട്രോൾ, മറ്റ് ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഡിമാൻഡ് കുറവ് നികത്താൻ ഇന്ത്യയെ ആശ്രയിക്കുന്നത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. റഷ്യക്കെതിരായ പാശ്ചാത്യ ഉപരോധത്തിന്റെ 14ാം റൗണ്ട് ഈ മാസം പുറത്തിറക്കിയ വില പരിധി കർശനമായി നടപ്പിലാക്കുന്നതിനുള്ള ആഹ്വാനമാണ്. 22ാമത് റഷ്യ ഇന്ത്യ വാർഷിക ഉച്ചകോടിക്കായി ഇന്ത്യയുടെ റഷ്യ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ചർച്ചയിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഊർജ്ജ ബന്ധം കണക്കാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ യുഎസിനും ചൈനയ്ക്കും പിന്നിൽ ഇന്ത്യ നിലവിൽ 3ാമത്തെ വലിയ എണ്ണ ഉപഭോക്താവാണ്. എണ്ണ ആവശ്യത്തിന്റെ 85% ഇറക്കുമതി ചെയ്യുകയാണ്. ആഭ്യന്തര ഉൽപാദനം കുറയുന്നതനുസരിച്ച് ഈ ആശ്രിതത്വം ഉയരാൻ സാധ്യതയുണ്ട്. 2027 ആഗോള എണ്ണ ആവശ്യകതയുടെ ഏറ്റവും വലിയ സ്ഥാനമായി ഇന്ത്യ ചൈനയെ മറികടക്കും. ഡിമാൻഡ് വളർച്ചയുടെ ഏറ്റവും വലിയ ഏക ഉറവിടം ഡീസലായിരിക്കും. രാജ്യത്തിന്റെ ഡിമാൻഡിൽ വർധനയുടെ പകുതിയോളം വരികയും ചെയ്യും. ഇനി ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാരിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരാണ് റഷ്യ. 2024 ജനുവരിയിൽ ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണ ഇറക്കുമതി പ്രതിദിനം 1.53 ദശലക്ഷം ബാരലായി ഉയർന്നു. റഷ്യക്കെതിരായ പാശ്ചാത്യ ഉപരോധത്തെ തുടർന്ന്, അതായത് റഷ്യ ഉക്രൈൻ സംഘർഷം കാരണം പരമ്പരാഗത വിതരണക്കാരെ സ്ഥാനഭ്രഷ്ടനാക്കി ഇന്ത്യ ഡിസ്കൗണ്ട് റഷ്യൻ ഓഫറുകൾ മുതലാക്കി. റഷ്യയുടെ യുറൽസ് ക്രൂഡ് ഓയിൽ ഗ്രേഡ് ഇന്ത്യയുടെ ഊർജ്ജ വൈവിധ്യവൽക്കരണ ശ്രമങ്ങളുടെ ഒരു ആണിക്കല്ലായി മാറി. അതേപോലെ തന്നെ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് വിതരണത്തിന്റെ 2ാമത്തെ വലിയ സ്രോതസ്സാണ് ഇറാഖ്. 2024 ജനുവരിയിൽ ഇറക്കുമതി 1.19 ദശലക്ഷം BPDയിലെത്തി. 2022 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. എണ്ണ സംഭരണ മാർഗങ്ങൾ വൈവിധ്യവൽക്കരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഭൗമരാഷ്ട്രീയ അപകട സാധ്യതകൾ ലഘൂകരിക്കാനും സ്ഥിരമായ ഊർജ്ജ വിതരണം ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു എന്നത് അടിവരയിട്ട് പറയണം. ഇന്ത്യയുടെ 3ാമത്തെ വലിയ എണ്ണ വിതരണക്കാരാണ് സൗദി അറേബ്യ. UAEയിലേക്ക് വരികയാണെങ്കിൽ UAEയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി 2024 ജനുവരിയിൽ 81% വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ 4ാമത്തെ വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരാണ് അബുദാബി. എന്തായാലും റഷ്യൻ എണ്ണ ഇന്ത്യയിൽ നിറഞ്ഞു തുളുമ്പും എന്നത് ഉറപ്പാണ്. ഇന്ത്യയുടെ ചടുലമായ നീക്കങ്ങൾ രാജ്യ പുരോഗതിക്ക് മികച്ച സംഭാവന നൽകും എന്നതും ഉറപ്പാണ്.